കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹലോ എവരിവൺ, കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൻ്റെ സ്വന്തം റേഡിയോ പ്രിയോർ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ പ്രിയോറിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത് 6B ക്ലാസ്സിലെ താരങ്ങളും ഒപ്പം ഞങ്ങളുടെ നീമ ടീച്ചറും. ഞാൻ ആൻമരിയ റസാലിയ, സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹോസാന ഹോസാന ദാവീദിൻ സുധനോസാന. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യോഹന്നാൻ 12:13. ഇന്ന് ഓശാന ഞായർ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭ ഇന്ന് ഓശാന തിരുനാൾ ആചരിക്കുകയാണ്. ഓശാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാ വിശ്വാസികൾക്കും നേരുന്നു. ഓശാന ഞായറിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ. ഓശാന ഞായർ. ജെറുസലേം പട്ടണത്തിലേക്ക് യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്ന് ലോകമെമ്പാടും വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. ലോകത്തിലെ എല്ലാ ക്രൈസ്തവരും വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ അവസരത്തിൽ നാം എല്ലാം ആലപിക്കുന്നത് 118 സങ്കീർത്തനം 25 വാക്കാണ്. ഓശാന എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഇസ്രായേൽ ജനത നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്നത് ഒരു രക്ഷകനെയാണ്. യേശു ഇതാ രക്ഷകനായി വരുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞ് യേശുവിനെ എതിരേറ്റു. കഴുതക്കുട്ടിയുടെ മേൽ കയറിയിരുന്ന് യേശു ജെറൂസലേമിലേക്ക് പ്രവേശിച്ചു. ശിഷ്യന്മാർ കഴുതപ്പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ചു. വൃക്ഷച്ചിലകൾ മുറിച്ച് വഴിയിൽ നിരത്തിയും സൈത്തിൻ കൊമ്പുകൾ വീശിയും വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചും ആണ് ജനങ്ങൾ യേശുവിനെ ജെറൂസലേമിലേക്ക് രക്ഷകനായി രാജാവായി എതിരേറ്റത്. ഇന്ന് ക്രൈസ്തവർ വെഞ്ചരിച്ച കുരുത്തോലകൾ വീശി ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്നു. യേശുവിനെ രാജാവായി രക്ഷകനായി ഏറ്റുപറയുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റാരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത് യേശു ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തി. ഇത് പ്രതീകാത്മകമാണ്. ഒരു തരത്തിലും കറയില്ലാത്ത കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നത് പോലെയാണ് യേശു ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജെറൂസലേം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാന പട്ടണം എന്നാണ്. സമാധാന പട്ടണമായ ജെറൂസലേമിലേക്ക് സമാധാന രാജാവായി രക്ഷകനായി യേശു കടന്നു വന്നപ്പോൾ കഴുതയെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ഇസ്രായേൽ ജനത പാടിയതുപോലെ നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ സമാധാന പട്ടണത്തിലേക്കുള്ള ജെറൂസലേം തീർത്ഥാടനം സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ. താങ്ക് യു നീമ ടീച്ചർ. ഇനി നമുക്കൊരു ഓശാന ഗീതം കേൾക്കാം. നമുക്ക് വേണ്ടി ഇത് പാടിയിരിക്കുന്നത് ബെനഡിക്റ്റ് ആൻ്റണിയുടെ അമ്മ ജിനു ആൻറ്റി. ശാഖയും വഹിച്ച് പ്രായബാലകർ സ്വരമുയർത്തി സ്വീകരിച്ചു നാഥനെ മുതാ. ഒലിവ് ശാഖയും വഹിച്ച് പ്രായബാലകർ സ്വരമുയർത്തി സ്വീകരിച്ചു നാഥനെ മുതാ. ഉടനെ ഉച്ചരിച്ചിതാർപ്പു വിളിയൊടുത്തു ഉയര
to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. എന്ത് മനോഹരമായാണ് പാടിയിരിക്കുന്നത്. സൂപ്പർ. ഇനി ONV കുറുപ്പിൻ്റെ ആവണിപ്പാടം എന്ന കവിത ആലപിക്കുന്നു ദീക്ഷാശ്രീബു. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് കാലാപെറുക്കാൻ വരുന്ന പലതരം കിളികളുടെ പായാരങ്ങൾ അതിമനോഹരമായ വരികളിലൂടെ നമുക്ക് ശ്രവിക്കാം. ONV കുറുപ്പിന്റെ ആവണിപ്പാടം എന്ന കവിതയാണ് ചൊല്ലുന്നത്. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടി ആകെ വിടർത്തി ഉലർത്തി നിന്നു, പെട്ടെഴുന്നേറ്റു വെതിട്ടു കുളിച്ചൊരു പെൺമണിയെപ്പോൾ തെളിഞ്ഞു നിന്നു. ആയമ്മയെ കാണാനക്കരെ ഇക്കരെ ആ വഴി വഴിയാരു വന്നു. ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി 1000 കിളിയൊത്തു വന്നു. കുഞ്ഞിനു തീറ്റിക്കൊടുത്തു കൊണ്ടേ ചിലർ കുട്ടികളെ കൂടെ നടത്തിക്കൊണ്ടേ, ചുണ്ടു മുറുക്കി ചുവച്ചു കൊണ്ടേയുടു മുണ്ടുമുട്ടോളവും ഏറ്റിക്കൊണ്ടേ, ഉതിർമണിയൊന്നു കൊറിച്ചു കൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ, ചെറിവരമ്പത്തൊന്നു വഴുതിക്കൊണ്ടേ ചിലർ മഴവെള്ളച്ചാലുകൾ നീന്തിക്കൊണ്ടേ, ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി 1000 കിളിയൊത്തു വന്നു. തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തുന്നു പാടത്തു പോയപ്പോൾ, കുഞ്ഞിത്തത്ത വിശന്നേയിരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു. മുത്തശ്ശിക്കേറെ വയസ്സായി കൊല്ലവും പുത്തരിയുണ്ണാൻ കൊതിയായി, താഴ്ത്തിയരിഞ്ഞൊരു പുന്നിൽ കതിരുമായി തത്തമ്മ പെണ്ണു പറന്നുപോയി. കാക്കച്ചിക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൈകൊട്ടിയാരും വിളിച്ചില്ല, കർക്കടകം വന്നു പോയിട്ടും ബലിയിട്ടൊരു വറ്റും തരായില്ല. പുത്തൻ കാലത്തില് വെച്ചൊരു പായസവറ്റും ഒരാളും അറിഞ്ഞില്ല. മണ്ണക്കിളി പെണ്ണിനുണ്ടൊരു പായാരം ഉണ്ടാകാൻ കൊയ്യാൻ ഇറങ്ങുമ്പോൾ, മുന്നാലെ പിന്നാലെ മാറാതെ കൂടിയിട്ട് കിന്നാരം ചൊല്ലുന്നു മണവാളൻ. പാടത്തിൽ കൊയ്ത്തുന്നു കൂട്ടുകാരെല്ലാരും പോന്നും പോലും, ആനായി പിറന്നവൻ തിരികെ വരുമ്പോൾ ആനക്കെടുപ്പത് പൊന്നും കൊണ്ടേ. കുന്തിച്ചു ചാടും കുളക്കോഴി കൊച്ചു പെണ്ണൊന്നു പുലമ്പുന്നു നാത്തൂനോട്, കുന്നത്തെ കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ, കണ്ണേറു തട്ടിയെ കാൽമുടന്തി എന്നിട്ടിയങ്ങ് കുഴഞ്ഞുതാ. കുരുത്തോളഞ്ഞൊറിയിട്ടെടുത്ത മുണ്ടിൽ കുരുത്ത കിടിനു ചെളി പറ്റി, ആരെയോ പ്രാഗിക്കൊണ്ടമ്മച്ചി താറാവും ആവണി പാടത്തു വന്നപ്പോൾ, ഇത്തിരി മീനിനെ പൊടിമീനെയൊക്കെയും കൊത്തികൾ കൊത്തി പറന്നുപോയി. ഓരോരോ പായാരം ചൊല്ലിപ്പിന്നെ ഓരോ കിളിയും പറന്നുപോയി, ഓരോ കിളിയും പറന്നുപോയി, ഓരോ കിളിയും പറന്നുപോയി. Now let's listen to a book review by Filma Maria Anosh. Good morning, respected teachers and my dear friends. Today I would like to present a review of the inspiring autobiography, The Story of My Life by Helen Keller. This book is not just a life story. It's a powerful example of courage, determination, and the strength of the human spirit. Helen Keller was born as a healthy child, but at the age of 19 months, she lost both her sight and hearing due to an illness. Imagine living in a world where you can neither see or nor hear. As a young child, she felt frustrated and helpless because she could not communicate with others. Her life at that time was full of confusion. And everything changed when her teacher, Anne Sullivan, entered to her life. Anne Sullivan was not just a teacher, but a guiding light. She patiently taught Helen to communicate using hand signs. The most memorable moment in this book is when Helen finally understands that the movement in her hand represent words.
The wood water becomes a turning point to her life. From that moment, her world began to open. What touched me deeply while reading this book is Helen's determination. Learning was not easy for her, but she never gave up. She worked hard to read and write, even speak step by step. She overcame challenges that many of us cannot even imagine. Her journey from darkness and silence to knowledge and expression is truly inspiring. The relationship between Helen and Anne Sullivan is one of the most beautiful parts of this book. It shows the power of patience, love, and dedication in teaching. Anne Sullivan believed in Helen even when things were difficult, and that belief helped Helen achieve the impossible. The language of this book is simple, meaningful. Helen describes her experience, thoughts, and feelings in very clear and touching way. While reading, I felt her struggles, her joy, and her excitement in discovering the world around her. This book teaches us many important lessons. It reminds us to be grateful for what we have. It also teaches us what no obstacle is too big if we have determination and the right guidance. Most importantly, it shows that education has the power to transform a person's life completely. After reading the story of my life, I felt deeply motivated. It made me realize that if Helen Keller could achieve so much despite her challenges, then we should never lose hope in our own lives. In conclusion, this book is a true inspiration for everyone, especially students. It encourages us to face difficulties with courage, value education, and believe in ourselves. Thank you. ഫിമയുടെ ബുക്ക് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട ഹെലൻ കെല്ലർ സ്വപ്രയത്നം കൊണ്ടും അധ്യാപികയും സഹചാരിയുമായിരുന്ന ആനി സളിവൻ്റെ സഹായത്തോടുകൂടിയും സാഹിത്യം, സാമൂഹ്യ പ്രവർത്തനം, അധ്യാപനം എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചു. നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ വായിച്ചും മനസ്സിലാക്കിയും സമൂഹത്തിന് മാതൃകയായ നല്ല കുഞ്ഞുങ്ങളായി മാറുവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. വായന നമുക്ക് അറിവ് മാത്രമല്ല പകരുന്നത്, സമൂഹത്തെ മനസ്സിലാക്കാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും വായന സഹായിക്കുന്നു. വായന നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കൂ. അങ്ങനെ നല്ല ചിന്തകൾ നമ്മെ ഒരു നല്ല ലോകത്തേക്ക് നയിക്കട്ടെ. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. അടുത്ത ഗ്രൂപ്പ് സോങ് ആലപിക്കുന്നത് നിവേദ്യ, നയന, കരിഷ്മ, ദിയ, അനാമിക, ഫിമ. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ട് മാലയുണ്ട്, നറുപുഞ്ചിരിയോ നൂറഴക്, നറുപുഞ്ചിരിയോ നൂറഴക്. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ട് മാലയുണ്ട്, നറുപുഞ്ചിരിയോ നൂറഴക്, നറുപുഞ്ചിരിയോ നൂറഴക്. നീലാഞ്ജന സുന്ദര നീലശ്യാമ മോഹന മായ മുരളീധര മാധവ. ഓ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ട് മാലയുണ്ട്, നറുപുഞ്ചിരിയോ നൂറഴക്, നറുപുഞ്ചിരിയോ നൂറഴക്. നന്ദനന്ദന ഗോവിന്ദ നന്ദഗോപാല, നാരായണ ഗോവിന്ദ നന്ദകിശോര. മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കാട്ടിലഞ്ഞ് മാലയിട്ട്, നല്ല മുളം തണ്ടുമുളും ഗാതമോടെ ഓടിവായോ, വേണുഗാതമോടെ ഓടിവായോ, വേണുഗാതമോടെ ഓടിവായോ. പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, പശിയവനേറെയുണ്ടല്ലോ, വിഷബഹുക്കെ മമ്മനല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താല്, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താല്. കൃഷ്ണ നീ എവിടെ, നീ ഒരു സൂത്രം കാട്ടി
കുട്ടിക്കാലം ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ നിറഞ്ഞ കാലമാണ്. ജീവിതത്തിലെ മനോഹരമായ കാലഘട്ടം. കളിയും ചിരിയും കുസൃതിയും സ്വപ്നങ്ങളും സന്തോഷങ്ങളുമായി ഒരു കാലം. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി ഈ നല്ല കാലം ഫലപ്രദമായി ചെലവഴിക്കൂ. നല്ല ചില ഓർമ്മകളും രസകരമായ അനുഭവങ്ങളും നിറഞ്ഞ കുട്ടിക്കാലം എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസിക്കുന്നു. അൻവി അനീഷ് കുഞ്ഞനീതി അൽവിനയോടൊപ്പം പാടിയ പാട്ട് കേട്ട് നമുക്കും നമ്മുടെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാം. പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, നിശപ്പവു ക്ഷേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ, തകൃതത്താതെ മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ, തകൃതത്താതെ. പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, ദിശ ബഹുക്ഷേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ, തകൃതത്താതെ മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ, തകൃതത്താതെ. അങ്ങനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നങ്ങു കേമനായില്ലേ, ബിരുദൻ യോഗ്യനായില്ലേ, എങ്കിലും വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴില്, തകൃതത്താതെ വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴില്, തകൃതത്താതെ. അങ്ങനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നങ്ങു കേമനായില്ലേ, ബിരുദൻ യോഗ്യനായില്ലേ, എങ്കിലും വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേ, തകൃതത്താതെ വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴില്, തകൃതത്താതെ. കൃഷ്ണ നീ എവിടെ, നീയൊരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തള്ളി വിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ, എങ്കിലും ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ, തകൃതത്താതെ. ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ, തകൃതത്താതെ. കൃഷ്ണ നീ എവിടെ, നീയൊരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തള്ളി വിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ, എങ്കിലും ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ, തകൃതത്താതെ. ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ, തകൃതത്താതെ. പടക്കള്ളം തന്നെ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, ദിശ ബഹുക്ഷേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ, തകൃതത്താതെ മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ, തകൃതത്താതെ. പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, ദിശ ബഹുക്ഷേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ, തകൃതത്താതെ മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ, തകൃതത്താതെ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇനി ഞാൻ തന്നെ ഒരു പാട്ട് പാടിയാലോ? എല്ലാവരും കൂടെ പാടില്ലേ? ഒന്ന് ശ്രമിക്കൂ, എല്ലാവർക്കും പാട്ടുകാരാകാം. മൂളിപ്പാട്ട് പാടാത്തവരെ ആരുണ്ട്? അപ്പോൾ ഓക്കെ അല്ലേ? ഒന്നാംകിളി പൊന്നാംകിളി വന്നാംകിളി മാവിനിൽ രണ്ടാംകിളി കൊണ്ട് കൊതി കൊണ്ട് വരവുണ്ടപ്പോൾ മൂന്നാംകിളി നാലാംകിളി ഇന്നത്തതിലേറെ കിളി അങ്ങട് കൊത്തിങ്ങട് കൊത്തായി കിളി ചുണ്ടൻ മാമ്പരമേ കിളിക്കൊത്താ തേൻപഴമേ തളിർച്ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പി എന്നെ കാത്തുവെച്ചു. നീ ചിരിക്കും ചുണ്ടിലാകെ ചേലുകൾ പൂത്ത നാളു വന്നു തേൻപുരളും മുള്ളുപോലെ നാം അറിഞ്ഞാതിയ വേമ്പലോടെ. നീ ചിരിക്കും ചുണ്ടിലാകെ ചേലുകൾ പൂത്ത നാളു വന്നു തേൻപുരളും മുള്ളുപോലെ നാം അറിഞ്ഞാതിയ വേമ്പലോടെ. ഇന്നു മാഞ്ചുന പോൽ പൊള്ളിടുന്നു നീ കടം തന്നൊരുമയില്ല തുണിയൊന്നിൽ നീയകന്നു ഇക്കരി ഞാൻ ഒരാൾ നിഴലാ നീ വന്നെത്തിയിടും ഞാൻ എണ്ണിത്തുടങ്ങി കണ്ണു കലങ്ങി കിളിച്ചുണ്ടൻ മാമ്പഴമേ
കിളിക്കൊത്ത തേൻപഴമേ തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവെച്ചു. ഒന്നാംകളി പൊന്നാങ്കളി വന്നാങ്കളി മാവിന്മേൽ രണ്ടാങ്കളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാങ്കളി നാലാങ്കളി എണ്ണാത്തതിലേറി കളി അങ്ങട് കൊത്തിങ്ങട് കൊത്തായി. കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്ത തേൻപഴമേ തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിത്തിരി എന്നെ കാത്തുവെച്ചു. വികാരങ്ങളും ചിന്തകളും അനുഭവങ്ങളും സ്വപ്നങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം കവിതകളിലൂടെ പ്രകടിപ്പിക്കുന്ന കവികൾ ധാരാളം. മലയാളത്തിലെ എത്രയെത്ര കവികളാണ്, എത്രയെത്ര കവിതകളാണ് നമ്മെ സ്വാധീനിച്ചിരിക്കുന്നത്. കവിതകൾ നമ്മെ ഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കവിതകൾക്ക് കഴിയും. ചില കവിതകൾ നമ്മെ മറ്റൊരു മായാലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. യുവകവി വിനോദ് പൂവക്കോടിൻ്റെ കാട്ടുപൂവ് എന്ന കവിത വൈഗാരജിത്ത് ആലപിക്കുന്നു. ഞാൻ 6Bയിൽ നിന്നും വൈഗാരജിത്ത് കാട്ടുപൂവ് എന്നുള്ള കവിതയാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. രചന വിനോദ് പൂവങ്കോട്. തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിരുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിരിയും മുമ്പേ പൊഴിയുന്നൊരിതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ എൻ്റെ ഈ പുസിൻ്റെ നാദങ്ങളും ഞാനേ മറന്നൊന്നു ചൊന്നിടുന്നു. ഒന്നു പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമാണെന്നൊന്ന് നീ ചൊല്ലിയാൽ നിത്യമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊന്നു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്തി എന്നെ കണ്ണാൽ ചിരിക്കാതെ പോവരുതേ. നീ നടക്കും വഴിയോരത്തി എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ഇനിയൊരു അടിപൊളി ഗാനമായാലോ? നമുക്ക് വേണ്ടി പാട്ട് പാടുന്നത് ദിയ രതീഷ്. അലയേ അലയേ കാത്തുല മഴയേ അല്ലലേ എലഡ്യൂഡ് സെത്തര പത്തര ഉടുവന ഉതര അല്ലലേ അല്ലഡ്യൂഡ്. ஒரு பிளட் 10,000 ஓராவா கொண்ட அச்சாடு நீ எத்தனையோ வருத்தங்களை பார்த்தா அத்தனையோ வருத்துனுதா.
டூடுன்னா மிஞ்சினவ யாரும் இல்லை செஞ்சிட வச்சு ஜஸ்டனதா பர்சனதா பார்த்தா எலிச்சமதா ஹிஸ்டரியை கேட்டா மன்னனா வந்தனா ஊரலர கண்ணனா தொட்டனா பூ மலர என்னென்ன சொல்ல என்ன வெள்ள யாரும் இல்லை ராஜதி ராஜன ராவண ராவணா மன்னனா வந்தனா ஊரலர கண்ணனா தொட்டனா பூ மலர என்னென்ன சொல்ல என்ன வெள்ள யாரும் இல்லை ராஜதி ராஜன ராவண ராவணா உன்னைத்தான பார்த்துக்க நான் இங்கே காத்திருக்கேன் நெஞ்சு ஏங்கிருக்க உன்னை பார்க்க வானத்தை தாண்டியும் வந்து என் காதலை காமிப்பேன் நான் தானா என் மூச்சவ பேச்சவ பேர் சொல்லும் அழகவ எனக்குள்ள கலக்குற ஆக்சிஜன் அலையவ யாரவ ஊர் சொல்லும் ஸ்டாரவ வந்தா என்னவனா ஒரு அலையவ கலையவ அழகிய நிலவவ நிழலிலும் ஜொலிக்கிற நிரந்தர ஒளியவ சரியவ தவறவ சிரிக்கிற சிரிப்புக்கு அவந்தா காரணமா மன்னனா வந்தனா ஊரலர கண்ணனா தொட்டனா பூ மலர என்னென்ன சொல்ல என்ன வெள்ள யாரும் இல்லை ராஜதி ராஜன ராவண ராவணா தொட்டாடே பட்டாசானா வெடிக்கிற 10,000 வாலா ஹே சுட்டாடே புல்லட்டானா தெரிக்கிற சால் தூ கோலே சாலா I'm just chilling ஆயா கூலா ஆய ஹோ ப்ராப்பர் ஸ்டைலா ஓடுற காலி நான் போடுற வெளியில க்ளோஸ் ரைட்டா டைட்டா குடுக்குறேன் போ சன்னனா வந்தனா பூ மலர அண்ணனா தொட்டனா பூ மலர என்னென்ன சொல்ல என்ன வெள்ள யாரும் இல்லை രാജതി രാജന രാവണ രാവണ. അനാമികയുടെ ഒരു കഥ കൂടി കേട്ടാലോ? കുട്ടികൾ പട്ടം പറപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ പട്ടത്തെ ജീവിതവുമായി എങ്ങനെ താരതമ്യപ്പെടുത്താമെന്ന് നോക്കാം. ഒരിക്കൽ ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ പാർക്കിൽ പോയി. പല നിറങ്ങളിൽ ആകാശത്തിലൂടെ പറക്കുന്ന പട്ടങ്ങൾ കണ്ടപ്പോൾ മകൻ അച്ഛനോട് തനിക്ക് ഒരു പട്ടം വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ മകന് പട്ടം വാങ്ങിക്കൊടുത്തു. അവൻ ആ പട്ടം ഉയരങ്ങളിലേക്ക് പറത്തി കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഈ നൂലില്ലായിരുന്നെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരത്തിൽ പറന്നാനെ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നൂല് പൊട്ടിക്കും. അച്ഛൻ്റെ മറുപടി കേൾക്കാൻ തയ്യാറാകാതെ അവൻ ആ പട്ടത്തിൻ്റെ നൂല് പൊട്ടിച്ചു. അവൻ വിചാരിച്ചതുപോലെ തന്നെ കൂടുതൽ ഉയരത്തിലേക്ക് പറന്നു. അവൻ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ പതിയെ വീണുപോയി. അവൻ തൻ്റെ അച്ഛനോട് പോയി ചോദിച്ചു, അച്ഛാ, ഞാൻ കരുതിയത് നൂല് പൊട്ടിച്ചാൽ പട്ടം ഫ്രീ ആയി കൂടുതൽ ഉയരത്തിൽ പറക്കുമെന്നാണ്. പക്ഷേ അതെങ്ങനെയാണ് താഴെ വീണത്? അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ പട്ടം കാറ്റിനെ ഓവർകം ചെയ്ത് ഉയരത്തിൽ പറന്നത് അതിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ്. നീ ആ നൂല് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ സപ്പോർട്ട് പോയി. ഈ പട്ടം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ പാരൻസും ടീച്ചേഴ്സും ഫ്രണ്ട്സുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നാം ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അവരുടെ സപ്പോർട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ ഈ പട്ടം പോലെ നമ്മുടെ ലൈഫും ഫെയിലാകും. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. അല്ല, ഓശാനയൊക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും കൊഴുക്കട്ടയ്ക്ക് കടിച്ചു കാണുമല്ലോ. കൊഴുക്കട്ട കഴിക്കാത്തവരോ ഉണ്ടാക്കാൻ അറിയാത്തവരോ ഉണ്ടാകുമോ? എങ്കിൽ അവർക്കായി കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വിശദമായി പറഞ്ഞു തരുന്നു നമ്മുടെ ബെനഡിക്റ്റ്. ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കണം. പിന്നെ ഉണ്ടാക്കിക്കഴിഞ്ഞ് അഭിപ്രായം പറയണേ. ഹലോ കൂട്ടുകാരെ, ഓശാനയല്ലേ? എന്നാൽ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? ആദ്യമായി ശർക്കര ഉരുക്കിയെടുത്ത് ഒരു ചീനച്ചട്ടിയിലേക്ക് അരിച്ചൊഴിച്ച് അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് വിളയിച്ച് അതിലേക്ക് ഏലക്കാപ്പൊടിയും നെയ്യും കശുവണ്ടിയും ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുക. അടുത്തതായി വെള്ളമെടുത്ത് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് തിളപ്പിച്ചെടുത്ത് വറുത്ത അരിപ്പൊടിയിലേക്ക് കുറേശ്ശെയായി ആവശ്യത്തിനൊഴിച്ച് കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി തള്ളവിരൽ നനച്ച്
ഉരുളയിൽ ചെറിയ കുഴിയുണ്ടാക്കി തേങ്ങ വിളയിച്ചത് അതിൽ നിറച്ച് മാവ് കൊണ്ട് മൂടി വീണ്ടും ഉരുട്ടിയെടുത്ത് ആവിയിൽ വേവിച്ചെടുത്താൽ ഓശാനക്കൊഴുക്കട്ട റെഡി. അടുത്തതായി ഒരു കഥയാണ്. കഥ പറയുന്നത് ഹെൽന ആന്റണി. കഥയുടെ പേര് മരത്തിൻ്റെ പാടം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മരത്തിൻ്റെ പാടം. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വൃദ്ധൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു മരം വളർത്താൻ വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു ചെറിയ ചെടി നട്ടു. ചെടി വളർന്നു വലിയ മരമായി. മരത്തിൻ്റെ ശാഖകൾ വിശാലമായ, ഇലകൾ പച്ചപ്പായി. പക്ഷികൾ അതിൽ കൂടിക്കെട്ടി. ഒരു ദിവസം കൊടുങ്കാറ്റ് വന്ന് മരം വീണു. വൃദ്ധൻ ദുഃഖിതനായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വേദന ഉണ്ടായി. പക്ഷേ മരത്തിൻ്റെ വേരുകൾ പുതിയ ചെടികൾക്ക് ജീവൻ നൽകി. വൃദ്ധൻ മരത്തിൻ്റെ അടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പാഠമുണ്ടായി. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിൽ നിന്നും പുതിയ അവസരങ്ങൾ ഉണ്ടാകും. മരത്തിൻ്റെ വീഴ്ച ഒരു അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. വൃദ്ധൻ പുതിയ ചെടികൾ നട്ട് വളർത്താൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ പച്ചപ്പ് വളർന്നു. ജനങ്ങൾ സന്തോഷിച്ചു. വൃദ്ധൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ടായി. വൃദ്ധൻ മനസ്സിൽ പറഞ്ഞു, മരം എന്നെ പഠിപ്പിച്ചു. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും പുതിയ അവസരങ്ങൾ ഉണ്ടാകും. അദ്ദേഹം മരത്തിൻ്റെ പാഠം മനസ്സിൽ സൂക്ഷിച്ചു. പുതിയ ജീവിതം നയിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിൽ നിന്ന് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. ഈ കഥയിൽ മരം വീണതുകൊണ്ട് പുതിയ ജീവിതം ഉണ്ടാകുന്നു. വൃദ്ധന് പുതിയ ചെടികൾ നട്ട് വളർത്താൻ കഴിയുന്നു. ഇത് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും പുതിയ അവസരങ്ങൾ ഉണ്ടാകും എന്ന പാഠം നമ്മെ പഠിപ്പിക്കുന്നു. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. വേനൽക്കാലം ഇതാ അതിക്രമിച്ചു വരികയായി. പാടങ്ങളും പറമ്പുകളും വരണ്ടുണങ്ങി. വേനലിൻ്റെ ചൂട് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരുന്നു. കിണറുകളും കുളങ്ങളും വറ്റിത്തുടങ്ങി. പുഴകളിൽ നീരൊഴുക്ക് കുറഞ്ഞു. വെള്ളം കിട്ടാതെ ദൂരസ്ഥലങ്ങളിൽ വെള്ളം ശേഖരിക്കാൻ പോകുന്ന ആളുകളെയും ഇനി നാം കാണും. വെള്ളം ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ചൂടും വരൾച്ചയും മൂലം നേരിടേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അനവധി. ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കുക. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതെ നോക്കുക. സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. വീടുകളിൽ നമുക്ക് ലഭ്യമായ പഴങ്ങൾ ധാരാളം കഴിക്കുക. ഉച്ചസമയത്ത് കുട്ടികളും പ്രായമായവരും വീട്ടിനകത്ത് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ, വേനലിൻ്റെ കാഠിന്യം കുറക്കാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായി എത്തുന്നു ആദർശ് ബാബു. ഹലോ ഫ്രണ്ട്സ്, ഈ ചൂടുകാലത്ത് നമുക്കൊരു ലസ്സി കുടിച്ചാലോ? അതിനാവശ്യമായ സാധനങ്ങൾ: കട്ട തൈര് അധികം പുളിക്കാത്തത് 2 കപ്പ്, ഇഞ്ചി ചതച്ചത് 1 കഷ്ണം, വെള്ളം 1/4 കപ്പ്, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, ചെറുനാരങ്ങ നീര് 3 ടീസ്പൂൺ, റോസ് എസൻസ് പാകത്തിന്, ഉപ്പും പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ചേരുവകൾ യോജിപ്പിച്ച് മിക്സിയിലിട്ട് 5 മിനിറ്റ് അടിക്കണം. ഇതിൽ ഐസ് കഷ്ണങ്ങൾ ഇട്ടിളക്കി തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്കൂൾ വാർത്തകളിലേക്ക് കടക്കാം. ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് ആൻമരിയ റസാലിയ. നമസ്കാരം. ഈ ആഴ്ചത്തെ സ്കൂൾ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് 6Bയിൽ നിന്നും ആൻമരിയ. 2025-26 അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷകൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. UP വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷകൾ മാർച്ച് 27-നും 8-9 ക്ലാസ്സുകളിലെ പരീക്ഷകൾ മാർച്ച് 31-നും അവസാനിക്കുന്നു. മാർച്ച് 5-ന് ആരംഭിച്ച SSLC പരീക്ഷകൾ മാർച്ച് 30-ന് അവസാനിക്കും. 2026 മാർച്ച് മാസത്തിലെ 5 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ അരി വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടിക്ക് 2 കിലോ അരി വീതമാണ് ലഭിക്കുന്നത്. സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ പുരോഗമിക്കുന്നു. ഇനിയും അഡ്മിഷൻ എടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് HM ശ്രീമതി മിനി ഏലിയാസ് ടീച്ചർ അറിയിച്ചു.
കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 7 മുതൽ മെയ് 28 വരെ നടത്തപ്പെടുന്നു. ഫുട്ബോൾ, ഹോക്കി, വോളിബോൾ, കരാട്ടെ, തൈക്കോണ്ടോ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളായിരിക്കും കോച്ചിംഗ്. രജിസ്ട്രേഷൻ മാർച്ച് 31 വരെ ഉണ്ടായിരിക്കുമെന്ന് സ്കൂൾ ഓഫീസിൽ നിന്നും അറിയിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. ഏവർക്കും നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. എല്ലാ പരീക്ഷകളും കഴിഞ്ഞ് വേനലവധി തുടങ്ങിയല്ലോ. കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് ചെയ്തു കൊടുക്കുക. പുസ്തക വായന, പാചക പരീക്ഷണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്യാസ് അധികം ഉപയോഗിക്കേണ്ടാത്ത റെസിപ്പികൾ പരീക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പറഞ്ഞു വന്നത്, വേനലവധിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ: പുസ്തക വായന, പാചക പരീക്ഷണം, കളികൾ, ചിത്രരചന, നൃത്ത പരിശീലനം, ഡ്രോയിങ്, പെയിൻറ്റിങ്, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കൽ, യാത്രകൾ, അങ്ങനെ എന്തെല്ലാം. നിങ്ങളുടെ ഓരോ നല്ല അനുഭവങ്ങളും കുറിപ്പായി ഒരു ഡയറിയിൽ എഴുതി വച്ചാൽ നന്ന്. ഈ വേനലവധിക്കാലം മൊബൈൽ ഫോണിനുള്ളിൽ തളച്ചിടാതെ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. പുതിയ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നു. ഈ അവധിക്കാലം നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ, നിറം പകരുന്നതാകട്ടെ. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വി ദി സ്റ്റുഡൻസ് ഓഫ് 6B ആർ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ